ലോകത്തിന്റെ ബഹളങ്ങൾ തുടങ്ങുന്നതിനു മുമ്പ്, നിങ്ങളുടെ ഫോൺ ശബ്ദിക്കുന്നതിനു മുമ്പ്, ലോകം നിങ്ങളിൽ നിന്ന് പലതും ആവശ്യപ്പെട്ട് തുടങ്ങുന്നതിനു മുമ്പ് ഒരു പുണ്യനിമിഷമുണ്ട്. ലോകം നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ തീരുമാനിക്കുന്നതിനു മുമ്പ് നിങ്ങൾക്ക് അത് സ്വന്തമായി തെരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു നിമിഷം. ഭൂരിഭാഗം ആളുകളും ഉണരുന്നത് ഇന്നലത്തെ ഉത്കണ്ഠകളും പേറി ഇന്നത്തെ സമാധാനത്തിലേക്കാണ്. അവർ ധൃതി കാണിക്കുന്നു, ഫോൺ സ്ക്രോൾ ചെയ്യുന്നു. അവർ ആദ്യം കേൾക്കേണ്ട ശബ്ദം സ്വന്തം ശബ്ദമാണെന്ന കാര്യം അവർ മറന്നുപോകുന്നു. ബുദ്ധമതത്തിൽ പ്രഭാതമെന്നത് വെറുമൊരു ദിനചര്യയല്ല, അതൊരു വാതിലാണ്. നിങ്ങളുടെ മനസ്സിനെ പുനഃക്രമീകരിക്കാനും സത്യവുമായി പൊരുത്തപ്പെടാനുമുള്ള ഒരു അവസരം. ഈ നിശബ്ദ നിമിഷങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് പറയുന്ന വാക്കുകൾ ആ ദിവസം മുഴുവൻ നിങ്ങളുടെ വഴികാട്ടിയായി മാറും. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ഊർജ്ജത്തെ രൂപപ്പെടുത്തുന്നു. നിങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ യാഥാർത്ഥ്യത്തെയും. അതുകൊണ്ട് ഇന്ന് നമുക്ക് അവബോധത്തോടെയും സമാധാനത്തോടെയും തുടങ്ങാം. ഓരോ പ്രഭാതത്തിലും നിങ്ങൾ നിങ്ങളോട് തന്നെ പറയേണ്ട 5 കരുത്തുറ്റ കാര്യങ്ങളിതാ. 1. ബുദ്ധമതത്തിലെ ഏറ്റവും വലിയ സത്യം ലളിതമാണ്. നിങ്ങൾക്ക് ആകെയുള്ളതിപ്പോൾ മാത്രമാണ്. കഴിഞ്ഞുപോയ കാലം മാറിപ്പോയി, അതിനെ മാറ്റാൻ കഴിയില്ല. ഭാവി ഇനിയും വന്നിട്ടില്ല, അതിനെ നിയന്ത്രിക്കാനും കഴിയില്ല. നിങ്ങളുടെ പക്കലുള്ളത് ഈ ഒരു ശ്വാസം മാത്രമാണ്, ഈ ഒരു നിമിഷം മാത്രമാണ്. അവിടെയാണ് നിങ്ങളുടെ സമാധാനം വസിക്കുന്നത്. പ്രായോഗികമായി നിങ്ങൾ ഇതെങ്ങനെ ചെയ്യണം? രാവിലെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഫോൺ എടുക്കാനുള്ള ആവേശം നിയന്ത്രിക്കുക. ഇന്നലത്തെ പൂർത്തിയാകാത്ത കാര്യങ്ങളെക്കുറിച്ചോ ഇന്നത്തെ സമ്മർദ്ദങ്ങളെക്കുറിച്ചോ ആകുലപ്പെടരുത്. പകരം സാവധാനം എഴുന്നേറ്റിരിക്കുക. നിങ്ങളുടെ പാദങ്ങൾ തറയിൽ സ്പർശിക്കുന്നത് അനുഭവിക്കുക. നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് സത്യസന്ധതയോടും സ്നേഹത്തോടും കൂടി നിങ്ങളോട് തന്നെ പറയുക, ഞാൻ ഇവിടെയുണ്ട്, ഞാൻ ജീവനോടെയുണ്ട്, ഈ നിമിഷം മതിയായതാണ്. ഇതൊരു വെറും വാചകമല്ല, ഇതൊരു റീസെറ്റാണ്. ഇന്നലെ നിങ്ങളിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും ഇന്ന് നിങ്ങൾക്ക് പുതിയൊന്ന് നൽകുന്നു എന്നാണ് ഇതിനർത്ഥം. നിങ്ങളുടെ സങ്കടങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യത്തിൽ നിന്നല്ല, മറിച്ച് മനസ്സ് പുറകിലേക്കോ മുന്നിലേക്കോ ഓടുന്നതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ ശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിങ്ങളുടെ കണ്ണുകൾ ഇന്ന് തുറന്നു എന്നതിനർത്ഥം നിങ്ങളുടെ ലക്ഷ്യം ഇനിയും പൂർത്തിയായിട്ടില്ല എന്നാണ്. 2. ബുദ്ധമതത്തിലെ ഏറ്റവും ആഴമേറിയ പാഠങ്ങളിലൊന്നാണിത്. യഥാർത്ഥ സമാധാനം പുറം ലോകത്തു നിന്നല്ല, ഉള്ളിൽ നിന്നാണ് വരുന്നത്. പുറം ലോകം എത്രത്തോളം ബഹളമയമോ നിഷേധാത്മകമോ ആയാലും നിങ്ങൾ അനുവാദം നൽകാതെ അതിന് നിങ്ങളുടെ ഉള്ളിലെ ശാന്തതയെ തൊടാൻ കഴിയില്ല. ലോകം എപ്പോഴും വെല്ലുവിളികൾ നൽകിക്കൊണ്ടിരിക്കും. ആളുകൾ നിങ്ങളെ നിരാശപ്പെടുത്തിയേക്കാം, സാഹചര്യങ്ങൾ നിങ്ങളെ തളർത്തിയേക്കാം. എന്നാൽ സമാധാനം എന്നത് പ്രശ്നങ്ങളുടെ അഭാവമല്ല, മറിച്ച് പ്രശ്നങ്ങൾക്കിടയിലും ശാന്തമായിരിക്കാനുള്ള കഴിവാണ്. നിങ്ങളുടെ പ്രതികരണമാണ് നിങ്ങളുടെ ദുരിതത്തിന് കാരണം, സാഹചര്യങ്ങളല്ല. നിങ്ങൾ പ്രതികരിക്കുന്നതിന് പകരം സമാധാനം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ അധികാരം നിങ്ങൾ തിരിച്ചുപിടിക്കുന്നു. രാവിലെ നിങ്ങളോട് തന്നെ പറയുക, സാഹചര്യങ്ങളുടെ ഇരയല്ല ഞാൻ, എന്റെ സമാധാനത്തിന്റെ കാവൽക്കാരനാണ് ഞാൻ. നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ലോകത്തെ കീഴടക്കുമ്പോൾ പുറം ലോകത്തിന് നിങ്ങളുടെ മേൽ അധികാരമില്ലാതാകുന്നു. 3. മറ്റേതൊരു ശബ്ദത്തെക്കാളും കൂടുതൽ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ശബ്ദമാണ്. പലപ്പോഴും ആ ശബ്ദം വളരെ കഠിനവും കുറ്റപ്പെടുത്തുന്നതുമായിരിക്കും. ബുദ്ധമതത്തിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് സ്വയം കരുണ കാണിക്കുന്നതും. ഇന്നലത്തെ തെറ്റുകളെക്കുറിച്ചോർത്ത് സ്വയം പീഡിപ്പിക്കുന്നതിന് പകരം നിങ്ങളൊരു മനുഷ്യനാണെന്നും പിഴവുകൾ സ്വാഭാവികമാണെന്നും അംഗീകരിക്കുക. ഞാൻ എന്നോട് തന്നെ കരുണയോടെ പെരുമാറും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളോടുള്ള നിങ്ങളുടെ സമീപനമാണ് മാറുന്നത്. തെറ്റുകൾ ലജ്ജിക്കാനുള്ള കാരണങ്ങളല്ല, മറിച്ച് പഠിക്കാനുള്ള അവസരങ്ങളാണ്. ഒരു ചെറിയ പരിശീലനം. രാവിലെ കണ്ണ് ചിമ്മി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഊഷ്മളത പടരുന്നത് സങ്കൽപ്പിക്കുക. ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ എന്നും പുറത്തേക്ക് വിടുമ്പോൾ ഞാൻ സമാധാനത്തോടെ ഇരിക്കട്ടെ എന്നും ചിന്തിക്കുക. സ്വയം സ്നേഹിക്കാൻ കഴിയാത്ത ഒരാൾക്ക് മറ്റുള്ളവരെ യഥാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല. 4. യഥാർത്ഥ സംതൃപ്തി എന്നത് സമ്പത്തോ പ്രശസ്തിയോ പുറത്തുള്ള വസ്തുക്കളോ തേടിപ്പോകുന്നതിലല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വസിക്കുന്ന ജ്ഞാനത്തെയും കരുണയെയും തിരിച്ചറിയുന്നതിലാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പൊടിപടലങ്ങൾ മൂടിയ ഒരു വിളക്ക് പോലെയാണ് നമ്മുടെ മനസ്സ്. പൊടി മൂടിയതുകൊണ്ട് വിളക്കിന്റെ പ്രകാശം ഇല്ലാതാകുന്നില്ല, അത് മറയ്ക്കപ്പെടുന്നുവെന്ന് മാത്രം. നിങ്ങളിൽ ഇതിനകം തന്നെ സർഗാത്മകതയും പ്രതിരോധശേഷിയും വ്യക്തതയുമുണ്ട്. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഉള്ളിലുണ്ട് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ അംഗീകാരത്തിനായുള്ള അമിതമായ ആഗ്രഹം നിങ്ങൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ നേരിടാൻ ആവശ്യമായ ജ്ഞാനം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ മതിയായവനാണെന്ന് വിശ്വസിച്ചു തുടങ്ങുമ്പോൾ ലോകത്തോടുള്ള നിങ്ങളുടെ ബന്ധം മാറുന്നു. പിടിച്ചെടുക്കുന്നതിനു പകരം നിങ്ങൾ നൽകാൻ തുടങ്ങുന്നു. 5.
ബുദ്ധമതത്തിന്റെ പരമമായ ലക്ഷ്യം സ്വന്തം സമാധാനം കണ്ടെത്തുക എന്നതു മാത്രമല്ല, മറ്റുള്ളവരിലേക്ക് സമാധാനം പകരുന്ന ഒരാളായി മാറുക എന്നതാണ്. നിങ്ങളുടെ ഓരോ വാക്കും പ്രവൃത്തിയും ഒന്നുകിൽ സമാധാനം പടർത്തും, അല്ലെങ്കിൽ അശാന്തി വിതയ്ക്കും. മറ്റൊരാളെ കാണുമ്പോൾ മനസ്സിൽ ഇപ്രകാരം ആശംസിക്കുക: നിങ്ങൾ സുരക്ഷിതനായിരിക്കട്ടെ, നിങ്ങൾ സന്തോഷവാനായിരിക്കട്ടെ, നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കട്ടെ. ഇത് നിങ്ങളുടെ മനസ്സിനെ മറ്റുള്ളവരെ വിവേചനമില്ലാതെ കാണാൻ പരിശീലിപ്പിക്കും. നിങ്ങൾ സമാധാനത്തിന്റെ ഉറവിടമാകുമ്പോൾ അത് മറ്റുള്ളവരിലേക്കും പടരുകയും ഒരു സമാധാന ചങ്ങല രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ 5 സത്യങ്ങൾ വെറും വാക്കുകളല്ല, അവ ഉണർവിലേക്കുള്ള പാതയിലെ അടയാളങ്ങളാണ്. ഒരു താമരപ്പൂ വിരിയുന്നതുപോലെ പതുക്കെ മാത്രമേ മാറ്റങ്ങൾ സംഭവിക്കൂ. എല്ലാ ദിവസവും ഇത് പൂർണ്ണതയോടെ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഓരോ തവണയും നിങ്ങൾ ബോധപൂർവം ഈ ചിന്തകളിലേക്ക് മടങ്ങിവരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പുനർനിർമ്മിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സീക്രട്ട് വിസ്ഡം എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ 5 കാര്യങ്ങളിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് സമാധാനത്തിന്റെ കാരണക്കാരാകാം. നാളെ പ്രഭാതത്തിൽ ലോകം നിങ്ങളോട് സംസാരിക്കുന്നതിനു മുമ്പ് ഈ സത്യങ്ങൾ ഓർക്കുക. ശാന്തതയോടെ ഇരിക്കുക. നന്ദി.